ചന്താമര വരില്ല സാറേ. എന്തുകൊണ്ട് പറഞ്ഞാൽ അവനായ വ്യക്തിനെ കുറിച്ച് നമുക്കറിയാം. നാട് വിട്ടും പോവില്ല. അയാൾ കഴിഞ്ഞ പ്രാവശ്യം കൊല ചെയ്തിട്ട് ആ തൂനി തന്നെ കടന്നു. ഞാൻ കല്ലെടുത്തിട്ടിട്ടും അയാൾ അനങ്ങില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേ തെരച്ചിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുഹയിലായിരുന്നു എന്ന് പറയുന്നു. ഗുഹയിലും ഒന്നും അല്ല സാറേ. അയാൾ ഞങ്ങൾ ഇട്ട തൂനിയിൽ കല്ലെട്ടി ഏറ്റിയിട്ട് അവിടെ നിന്ന് അനങ്ങാണ്ട് കടന്ന വ്യക്തിയാണ് അയാൾ. എത്ര നേരം കടന്നു? അങ്ങനെ ഒരുപാട് സമയം കടന്നു. ഞങ്ങൾ 200 പേര് തെരഞ്ഞു. അതിൽ കല്ലേറ്റി എടുത്ത് ചെന്താമരൻ്റെ അവൻ കടന്ന സ്ഥലത്തടത്ത് വിട്ടിട്ട് അടക്കം അയാൾ എണിച്ചിട്ടില്ല. കപ്പടച്ച് കടന്നു. പിന്നെ 12 മണി 1 മണിയാകുമ്പോഴാണ് അവൻ്റെ വെച്ചപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോയത്. അതായത് ഈ കല്ലൊക്കെ അടുക്കി നിങ്ങൾ ഇട്ടിട്ടോ അതിൻ്റെ അടിയിൽ അനങ്ങാതെ ഇട്ടു. കല്ലൊക്കെ മുകളിൽ നിരത്തിയിട്ടോ കാട്ടുകല്ലൊക്കെ എടുത്ത് എറിയായിരുന്നു തൂനയ്ക്ക്. പക്ഷെ അനങ്ങില്ല. തൂനയിൽ കിടന്ന് അനങ്ങാണ്ട് കടന്നവനായിരുന്നു. ഞങ്ങളെ കഴിഞ്ഞ ദൃശ്യാശികളാണ്. കഴിഞ്ഞ തവണ ഈ തെരച്ചിലൊക്കെ നേതൃത്വം നൽകിയവരാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ കൊലപാതകം നടത്തിയപ്പോൾ ഈ സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അന്ന് ഒളിവിൽ പോയപ്പോൾ അവർ ചെയ്ത കാര്യമാണ് ആ നാട്ടുകാരൊക്കെ വിശദീകരിച്ചത്. അതായത് ചെന്താമര ഒളിച്ചിരുന്ന ഭാഗത്തേക്ക് കരിങ്കലടക്കം വലിച്ചെറിഞ്ഞിട്ടും അയാൾ അനങ്ങാതെ നിന്നു. അത്തരത്തിൽ ഒളിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ചെന്താമര ഈ ഭാഗത്തേക്ക് വരില്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. എന്തായാലും പോലീസിന് ഇത് വിട്ടുകളയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലൊരു വിവരം കിട്ടിയാൽ തിരയാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപകമായൊരു തെരച്ചിലേക്ക് പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്ന് പോയത്. പക്ഷേ ഇതുവരെ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു വലിയ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി വരികയാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്ത് വ്യാപകമായൊരു തെരച്ചിലാണ് നടന്നത്. പക്ഷേ ചെന്താമര തൊട്ടടുത്തുണ്ടാവില്ലെങ്കിലും ചെന്താമരയുടെ ഒരു നേച്ചർ, അതുപോലെ തന്നെ മുൻകാല ചെയ്തികളൊക്കെ പരിശോധിച്ചാൽ വനാന്തരത്തിൽ തന്നെ ഉണ്ടാകും, കാട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകും. കാട്ടിനുള്ളിലെ ഹൈഡ് ഔട്ടിൽ തന്നെയാകും ചെന്താമര എന്ന നിഗമനത്തിലേക്ക് പോലീസ് അന്തിമമായി ചുരുങ്ങുന്നുണ്ടോ? പോലീസ് ആ സാധ്യത തന്നെ കാണുന്നുണ്ട്. കാരണം ഈ പോത്തുണ്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ മുൻപ് ഈ ചെന്താമരയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തന്നെ ഇയാളുടെ ഒരു നേച്ചർ എന്ത് എന്ന വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ അലഞ്ഞു തിരിഞ്ഞ് ഏറെ കാലം നടക്കാൻ ശേഷിയുള്ള ഒരാളാണ് ചെന്താമര. അത്തരത്തിലൊരു സ്വഭാവം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചെന്താമരയെ അത്ര എളുപ്പത്തിലൊന്നും കണ്ടുകിട്ടാൻ കഴിയില്ല എന്നൊരു ബോധ്യം പോലീസിന് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിയെ തേടി ഏതാണ്ട് 100-200ഓളം പോലീസുകാരാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് കണ്ടത്. അത്രയും വലിയൊരു ഫോഴ്സിനെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാട് ASP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ പോലീസിന് കഴിയാവുന്ന രീതിയിലൊക്കെ തന്നെ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ ചെന്താമരയുടെ കാര്യത്തിൽ പോലീസിനൊരു വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നെന്മാറ CA സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്, അത്തരത്തിൽ നടപടികളിലേക്ക് പോകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ചെന്താമരയെ പിടിച്ച് ആ മാനം രക്ഷിക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്താമര ഒളിവിലുള്ള സമയത്ത് ഈ നാട്ടിലൊക്കെ വലിയ ആശങ്കയുണ്ട് എന്നതാണ്. കാരണം ചെന്താമരയുടെ ഭീഷണി പല സ്ത്രീകൾക്കും നേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം തന്നെ വലിയ ആശങ്കയിലൊക്കെ തന്നെയാണ്. ചെന്താമരയെ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പാറയുടെ മുകളിലെത്തിയപ്പോൾ ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, ചെന്താമരയെ പിടിക്കാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. കാരണം ചെന്താമര ഇവിടെ ഉണ്ട് എന്ന് കുട്ടികൾ പറയുന്നു. അവർ ഓടിപ്പോകുന്നത് കണ്ടതായി പറയുന്നു. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഈ ചെന്താമര ഇവിടെ നിന്ന് പിടിക്കാതെ പോലീസും നാട്ടുകാരും പോകരുത് എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു വലിയ ഭീഷണിയാണ് ചെന്താമര ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചെന്താമരയെ പിടിക്കുക എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്, നാട്ടുകാരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നെന്മാറ ഈ മേഖലയിലെ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഒരു പ്രതിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നതാണ്. ഈ രാത്രിയിൽ കൂരാക്കൂരിരുട്ടിൽ വലിയ കാട്ടിൽ പാറമടയിൽ ഒക്കെ തന്നെ ആളുകൾ ഇറങ്ങി വ്യാപകമായി തെരച്ചിൽ നടത്തുകയാണ്. അതിനവരെ അഭിനന്ദിക്കാതെ വഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ഒരു ഭീഷണിയാണ് ചെന്താമര. അതോടൊപ്പം തന്നെ ആ നാടിനെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകമാണ്. അതുകൊണ്ട് ആ പ്രതിയെ കയ്യിൽ കിട്ടുക എന്നതാണ് നാട്ടുകാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വ്യാപകമായി ഇറങ്ങിയിരിക്കുന്നത്. നാട്ടുകാർ ഈ പ്രതിയെ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നിയമത്തെ കയ്യിലെടുക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പോലീസിന് ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചെന്താമരയെ രക്ഷിച്ചു കൊണ്ടുപോകുക എന്നൊരു വലിയ ദൗത്യം തന്നെയായിരിക്കും. കാരണം ഈ നാട്ടിൽ വെച്ച് പിടിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാകും, അത് ഉറപ്പാണ്. ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാരൊക്കെ തന്നെ ഇളകിയിരിക്കുന്നത്. യെസ്.
വലിയ തെരച്ചിൽ അവിടെ നടക്കുകയാണ്. ഒപ്പം പിന്നിൽ മറ്റ് സാധ്യതകൾ, അതായത് പാലക്കാട് നഗരത്തിലെത്തി തുടർന്ന് ഈ സംസ്ഥാനം തന്നെ വിടാനുള്ള സാധ്യത. അപ്പം ഈ കോഴിക്കോടിന്റെ മലയോരത്താണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ ഭാഗങ്ങളിലേക്ക് മുങ്ങാനുള്ള സാധ്യത, ഇവിടെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ജോലി ചെയ്തതായി പറയുന്നു, ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത. ഇങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ രാത്രിയാണ്. ഈ ഒരു വനമേഖല കേന്ദ്രീകരിക്കുന്നതിനപ്പുറത്ത് മറ്റ് സാധ്യതകളും പരിശോധിച്ചു വരുന്നുണ്ടോ സമാന്തരമായി? സമാന്തരമായി എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ഒരു 4 മണി സമയത്ത് ആ കൊലപാതകം നടന്ന വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ആ പോലീസിന് ഒരു ഫോൺ കോൾ വരികയാണ്. ഈ ചെന്താമരയെ ബാംഗ്ലൂർ ഭാഗത്ത് കണ്ടു, അങ്ങനെ ഒരാളെ കണ്ടു എന്ന രീതിയിൽ. അപ്പോൾ തന്നെ പോലീസ് ആ വഴിക്കുള്ള അന്വേഷണം നടത്തി. ഈ ആളെ കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധനകൾ നടത്തി. അതായത് സേലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ്സിൽ ഇയാൾ പോകുന്നത് കണ്ടു എന്നൊക്കെ രീതിയിലുള്ള ഫോൺ വിളികളാണ് പോലീസിന് വന്നത്. അപ്പോൾ തന്നെ അത് അന്വേഷിച്ച് പോലീസ് അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നേരത്തെ തിരുപ്പൂരിൽ പോലീസ് സംഘം എത്തി പരിശോധിച്ചിരുന്നു. കോഴിക്കോട് പോലീസ് എത്തി പരിശോധിച്ചു. വടക്കഞ്ചേരിയിൽ പോലീസ് എത്തി പരിശോധിച്ചു. അങ്ങനെ ഇയാൾ പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോലീസിന്റെ പരിശോധനയുണ്ട്. ചെന്താമരയുടെ സഹോദരനെ ബന്ധപ്പെട്ടു, എവിടെയൊക്കെ ഇയാൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു. അതിനടിസ്ഥാനത്തിൽ പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നു. ഇയാളുടെ ഒരു ഹൈഡ് ഔട്ട് എവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇയാളുടെ ഒരു പൊതു രീതി എന്ത്, ശീലമെന്ത്, സ്വഭാവമെന്ത്, അതെല്ലാം ഈ നാട്ടുകാരോടൊക്കെ തന്നെ നടന്ന് അന്വേഷിച്ച് ഇയാളെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിച്ച ഒരു വലിയ വീഴ്ച കൂടി ഈ കാര്യത്തിലുണ്ട്. കാരണം ഇതുപോലെ ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി ആ വീട്ടിലെ തന്നെ 2 പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം പോലീസിന്റെ മുഖത്തേറ്റ ഒരു വലിയ അടിയാണ്. കാരണം ഇയാളുടെ ജാമ്യ വ്യവസ്ഥയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഈ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നത്. നമ്മൾ ആ വീട്ടിന്റെ മുന്നിൽ ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും, അതായത് ഈ 2 വീടുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നത് ഒരു 10 അടിയുള്ള ഒരു റോഡ് മാത്രമാണ്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 വീടുകൾ. അതായത് ഈ വീട്ടിലെ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതി തൊട്ടപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നു, അവർ ഇപ്പുറത്ത് താമസിക്കുന്നു. അവർക്ക് എങ്ങനെ ഒരു വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ ആ സമീപത്തെ മറ്റ് സ്ത്രീകളെയും ഈ ചെന്താമര ഭീഷണിപ്പെടുത്തുന്നു. ആ പരാതികളൊക്കെ പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ പോലീസ് ഇവരെല്ലാം വിളിച്ച് ഒത്തുതീർപ്പിന് ശ്രമിച്ചു വിട്ടു എന്നതാണ് നാട്ടുകാരുടെ പരാതി. അതുകൊണ്ടാണ് ഈ കേസിൽ നെന്മാറ CIക്ക് സസ്പെൻഷനിൽ പോകേണ്ടി വന്നത്. പോലീസിന് ജനരോക്ഷം കണക്കിലെടുത്ത് ആ നടപടിയിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോഴെന്തായാലും ചെന്താമരയ്ക്ക് വേണ്ടി വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തുകയാണ്. അത് പോലീസ് മാത്രമല്ല, നാട്ടുകാർ ഒന്നടങ്കം ആ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുകയാണ്. അഭിലാഷ്.